ഹായ് ഓൾ, ജിക്സ് പി എസ് സി അക്കാഡമിയുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ പാർട്ട് 2ലെ ചാപ്റ്ററായ 8ാമത്തെ ചാപ്റ്ററായ കോണുകൾ ചേരുമ്പോൾ എന്നുള്ള ചാപ്റ്ററാണ്. പഠിക്കുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്കുമൊക്കെ ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്. മാത്സ് ഒരുവിധം അറിയാവുന്നവരെ സംബന്ധിച്ച് ഈ 6ാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിളായിരിക്കും. എന്നാലും മാത്സിൽ പ്രയാസമുള്ള കൂട്ടുകാർക്ക് പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഡൗട്ട് വരും. അതുപോലെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇത് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ്. അവരുടെ പാഠപുസ്തകത്തിലെ എല്ലാ ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം പി എസ് സി പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതുപോലെ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ചുവടെയുള്ള ചിത്രങ്ങളിൽ 2 കോണുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ കോൺ തുകയായോ വ്യത്യാസമായോ എഴുതി കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ഒരു ചോദ്യമാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു കോൺ കൊടുത്തിട്ടുണ്ട്. ആംഗിൾ ഡി എ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നോക്കിക്കേ, ഡി ഇതാണ്, എ ഇതാണ്, ബി ഇതാണ്. അപ്പോൾ ഇതാണ് ഈ ഡി എ ബി. ഡി എ ബി എന്ന് പറയുമ്പം ഈ 2 വരകൾക്കിടയിലുള്ള ഈ വലിയ കോണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ ഇതിന് തന്നിട്ടുണ്ട് 2 കോണുകൾ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെ വരകൾക്കിടയിലാണെന്ന് നോക്കുക. ആംഗിൾ ഡി എ സിയും അതുപോലെ സി എ ബിയും കൂടി ചേർന്നതാണ് ആംഗിൾ ഡി എ ബി. ആംഗിൾ എന്ന് പറഞ്ഞാൽ കോണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം നോക്കിക്കേ. ഇവിടെ എഴുതാം ആംഗിൾ ഡി എ സി പ്ലസ് ആംഗിൾ സി എ ബി എന്ന് പറയാം, അല്ലെങ്കിൽ ബി എ സി എന്ന് പറയാം. ഏതായാലും ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുക. അപ്പം പ്ലസ് എന്താ വരുന്നത്, അതായത് ആംഗിൾ ഡി എ സി പ്ലസ് ആംഗിൾ സി എ ബി ആണ് നമുക്ക് ഈ കോണ്. ആംഗിൾ ഡി എ സി എത്രയാണ്, 40 ഡിഗ്രിയാണ്. ആംഗിൾ സി എ ബിയോ കോൺ സി എ ബി എത്ര ഡിഗ്രിയാണ്, 60 ഡിഗ്രിയാണ്. അപ്പോൾ 40ഉം 60 കൂട്ടുമ്പോൾ എത്ര വരുന്നു, 100 ഡിഗ്രിയാണ് വരുന്നത്. അപ്പം നമുക്കത് കിട്ടി. എളുപ്പമല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ആംഗിൾ ഡി എ ബി ആണ്. ഡി എ ബി കണ്ടോ, ഇത് കണ്ട തന്നെ. ഈ ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത് ആംഗിൾ ഡി എ സിയും സി എ ബിയും കൂടെ കൂട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരെഴുതുക ആംഗിൾ ഡി എ സി പ്ലസ് ആംഗിൾ ബി എ സി എന്ന് എഴുതാം, അല്ലെങ്കിൽ സി എ ബി എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ആംഗിൾ സി എ ബി. ആംഗിൾ ഡി എ സി എത്രയാണ്, കോൺ ഡി എ സി എത്രയാണ്, 30 ഡിഗ്രിയാണ്. കോൺ സി എ ബിയോ 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ എത്ര വരുന്നു, 90 ഡിഗ്രി എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ കോൺ ഡി എ ബി എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ നോക്കിക്കേ, മറ്റേത് രണ്ടും വളരെ സിമ്പിളായിരുന്നു, പക്ഷേ ഇതൊരു ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള ഇതാണ്. ആംഗിൾ ഡി എ സി ആണ് നമുക്ക് കാണേണ്ടത്. ഡി എ സി എന്ന് പറയുമ്പോൾ ഏതാണ്, ഇതാണ് നമുക്ക് കാണേണ്ടത്. നമുക്കറിയാം ഡി എ ബി, ഈ പടത്തിൽ നോക്കുമ്പോൾ ആംഗിൾ കോണ് ഡി എ ബി എന്ന് പറയുന്നത് എത്രയാണ്, 80 ഡിഗ്രി അല്ലേ മൊത്തം. അതായത് ഈ 2 വരകൾക്കിടയിലുള്ള മൊത്തം ആംഗിൾ എന്ന് പറയുന്നത്, മൊത്തം കോണെന്ന് പറയുന്നത് എത്ര, 80 ഡിഗ്രിയാണ്. ഈ 2 വരകൾക്കിടയിലുള്ള ഈ കോണെന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഈ കോൺ എങ്ങനെ കണ്ടുപിടിക്കും, ഈ മൊത്തം കോൺ ഈ 2 വരകൾക്കിടയിലുള്ള ഡി എ ബി, അതായത് ആംഗിൾ ഡി എ ബിയിൽ നിന്നും ഈ കോൺ കുറച്ചാൽ മതി. അതായത് ഇത് രണ്ടും കൂടെ ഇത് ഇത്രയും കൂട്ടുമ്പോൾ 80 ഡിഗ്രിയാണ്. അതിൻ്റെ ഇത്രയും എന്ന് പറയുന്നത് 30 ഡിഗ്രി. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഈ വലിയ ഇതിൽ നിന്നും ഇത് കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ എന്താണ്, ആംഗിൾ ഡി എ ബി മൈനസ് ആംഗിൾ കോണ് സി എ ബി. ഇങ്ങനെ കോണിൻ്റെ പടം വരച്ച് വെക്കണം കേട്ടോ ഓരോ ഇതിന് എഴുതുമ്പോൾ. അപ്പോൾ എത്രയാണ് വരുന്നത്, എങ്ങനെ വരും, 80 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി. 80ൽ നിന്ന് 30 പോയാൽ എത്രയാണ്, 50 ഡിഗ്രിയാണ് വരുന്നത്. എളുപ്പമാണല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതായത് ഇത്രയും നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഇങ്ങനൊരു വര, ആ വരയിൽ ഇങ്ങനൊരു വര കൂടെ വന്നിരുന്നാൽ ഇതിന് പറയുന്ന പേരാണ് രേഖീയ ജോഡി. ലീനിയർ പെയർ എന്ന് പറയുന്നത്. അതിന് ഓർത്തിരിക്കാൻ എളുപ്പമേ ഉള്ളൂ.
ടി ഷേപ്പിൽ, നമ്മുടെ ടി ഷേപ്പ് പല ഷേപ്പിൽ ഇങ്ങനെ പല സൈഡിലോട്ട് ചെരിഞ്ഞ് വന്നാലേ, പല സൈഡിലോട്ട് എങ്ങനെ വേണേലും ടി ഷേപ്പാണെന്ന് നോക്കുക. ഇച്ചിരി ചെരിഞ്ഞുള്ള ടി ഷേപ്പ് വരുവാണെങ്കിൽ ഇതിൻ്റെ മൊത്തം അളവെന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? 180 ഡിഗ്രി. അതായത് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കിക്കേ. ഈ ഒരു ഷേപ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ പൊട്രൈറ്ററിൻ്റെ മൊത്തം ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലേ, 180 ഡിഗ്രി. അതായത് ഇത് കണ്ടോ, ഇതിനെല്ലാം ഇങ്ങനെ ഷേപ്പ് വരുന്നത് കണ്ടോ, ഇതിനെല്ലാം പൊട്രൈറ്ററിൻ്റെ ഷേപ്പ് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നോക്കിക്ക് ഇങ്ങനെ ഒരു വര, അതിലൊരു വര ഒന്ന് ഖണ്ഡിച്ചാൽ അപ്പം എത്രയാണ് വരുന്നത്? 180 ഡിഗ്രിയാണ് വരുന്നത്. ഒരു രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ടി ഷേപ്പിൽ വന്നാൽ അതിലെ മൊത്തം അളവെന്ന് പറയുന്നത് എത്രയായിരിക്കും? അത്ര ഓർത്തിരുന്നാൽ മതി. ടി ഷേപ്പ് ആണെങ്കിൽ 180 ഡിഗ്രിയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഇതിന് ആ ഒരു കൺസെപ്റ്റ് ആവശ്യമില്ല, മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. ആംഗിൾ DAC ആണ് നമുക്ക് കാണേണ്ടത്. DAB എന്ന് പറയുന്നത് 120, ഇത്രയും 120 ഡിഗ്രി ആണെന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും അളവ്, അതിൽ ഇത്രയും അളവെന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്. കോണ് CAB എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് കോണ് DAC എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ DABയിൽ നിന്നും എന്ത് കുറയ്ക്കണം? ആംഗിൾ CAB കുറയ്ക്കണം. അതായത് 120 മൈനസ് 45 നമ്മൾ നോക്കുക, എത്രയാണ് വരുന്നത്? 75 ഡിഗ്രി എന്നാണ് വരുന്നത്. അതാണ് അവിടുത്തെ ചോദ്യം. ഇനി അടുത്തത് വേറൊരു പാഠം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടോ, ഇങ്ങനെ ഈ അളവെന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രി എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ അളവ് അറിയത്തില്ല. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു വര വന്നിട്ട് അതിലിങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ ഒരു ചതുര ഷേപ്പ് വന്നത് എപ്പോഴും ഓർത്തിരിക്കുക. അത് എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി എന്നുള്ളതിലായിരിക്കും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ അളവെന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രി എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇങ്ങനൊരു ചിഹ്നമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് എത്രയാണ് വരുന്നത്? ഇങ്ങനെ കാണിക്കുന്ന ചിഹ്നം, ഒരു എൽ ഷേപ്പിൽ ഇങ്ങനെ കാണിക്കുന്ന ചിഹ്നം എത്രയാണ് വരുന്നത്? ഇത് 90 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ടി ഷേപ്പ്, ഈ ഒരു വരയെ ഇങ്ങനെ നോക്കുമ്പോൾ അതിനൊരു ടി ഷേപ്പ് ഇടയ്ക്കോട്ട് ലൈനൂടെ ഉള്ളല്ലോ. ഇത് മൊത്തം എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും മൊത്തം അളവ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് അളവുകൾ തന്നിട്ടുണ്ട്. ഇടയ്ക്ക് വരുന്ന അളവ് കണ്ടുപിടിക്കണം. മൊത്തം അളവും നമ്മൾക്കറിയാം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? 180ൽ നിന്നും 90ഉം 60ഉം കൂടെ കൂട്ടിയത് കുറച്ചാൽ മതി. അപ്പോൾ 90ഉം 60ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ് വരുന്നത്? 150 വരുന്നത്. അപ്പോൾ 180ൽ നിന്നും 150 ഡിഗ്രി കുറയ്ക്കുമ്പോൾ 180 ഡിഗ്രിയിൽ നിന്നും 150 ഡിഗ്രി കുറയ്ക്കുമ്പോൾ എത്ര വരുന്നു? 30 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഈ ഇടയ്ക്കത്തെ അളവ് എത്ര വരുന്നു? 30 ഡിഗ്രിയാണ് വരുന്നത്. മനസ്സിലായോ? കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇനി അടുത്ത പാഠഭാഗത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റാണ്. രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക എത്രയായിരിക്കും? 180 ഡിഗ്രിയാന്നുള്ള കാര്യം ഓർക്കുക. രേഖീയ ജോഡി എന്ന് പറഞ്ഞാൽ ടി ഷേപ്പ് എന്ന് ഓർത്തിരിക്കുക. പല ഷേപ്പിലാണ് കണ്ടോ, ഇതെല്ലാം കണ്ടോ, പല ഷേപ്പിൽ ടി വരച്ചേക്കുന്നു, ഇങ്ങനെ വരച്ചേക്കുന്നു, ഇച്ചിരി ചെരിച്ച് വരച്ചേക്കുന്നു, ഇങ്ങനെ വരച്ചേക്കുന്നു, ഇതെല്ലാം ഇങ്ങനത്തെ. പക്ഷെ ഇതിനെല്ലാം എന്താണ്? ടി ഷേപ്പ് അല്ലേ? ടി എന്ന അക്ഷരത്തിൻ്റെ ഷേപ്പ്. അപ്പോൾ രേഖീയ ജോഡി അഥവാ ലീനിയർ പെയറാണ്. അപ്പോൾ അതിൻ്റെ മൊത്തം അളവ് എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഒരു രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു അളവ് തന്നിട്ടുണ്ട്, 100 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ അപ്പോൾ എത്ര അളവായിരിക്കും വരുന്നത്? മൊത്തം 180 അല്ലേ? അപ്പോൾ 180ൽ നിന്നും 100 കുറയ്ക്കുന്നതായിരിക്കും അളവ്. അപ്പോൾ എത്രയാണ് വരുന്നത്? 80 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 80 ഡിഗ്രിയാണത് വരുന്നത്. ഇനി അടുത്ത പടം നോക്കിക്കേ, ഇത് 40 ഡിഗ്രിയാണെന്നറിയാം. ഇത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 180ൽ നിന്നും 40 ഡിഗ്രി കുറയ്ക്കുക. അപ്പോൾ എത്രയാണ് വരുന്നത്? 140 ഡിഗ്രി എന്നാണ് വരുന്നത്. അടുത്ത പടം നോക്കിക്കേ, ടി ഷേപ്പാണ്, രേഖീയ ജോഡിയാണ്. രേഖീയ ജോഡിയിൽ കോണുകളുടെ തുക 180 അതായത് ഏതെങ്കിലും രണ്ട് വരകൾ കൂട്ടിമുട്ടാകുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കോണുകളുടെ തുക എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത്
ഇങ്ങനെ തന്നിരിക്കും, രണ്ട് വരകൾ കൂട്ടിമുട്ടിയിട്ടുണ്ട്, അവിടെ കോണുകൾ ഉണ്ടാകുന്നു. അതിൻ്റെ തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ രേഖീയ ജോഡിയാണ്. തുക എത്രയായിരിക്കും? 180 ഡിഗ്രിയാണ്. ഇത് 50 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? 180 നിന്നും 50 ഡിഗ്രി കുറയ്ക്കുമ്പോൾ എത്ര വരുന്നു? 130 ഡിഗ്രിയാണ് വരുന്നത്. ഇതിൻ്റെ അളവ് 130 ഡിഗ്രി. അടുത്ത പടം നോക്കിക്കേ, ടി ഷേപ്പിലാണ്, രേഖീയ ജോഡിയാണ്. രേഖീയ ജോഡികളുടെ തുക 180 ഡിഗ്രിയാണ്. അതായത് രണ്ട് വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കോണുകളുടെ തുക എന്നത് 180 ഡിഗ്രിയാണ്. നമുക്ക് ടോട്ടൽ അറിയാം 180 ഡിഗ്രിയാണ്. അതിൽ നിന്നും 80 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 100 ഡിഗ്രിയാണ് വരുന്നത്. കണ്ടല്ലോ? അപ്പോൾ അതിൽ ക്ലിയർ ആയല്ലോ? ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. രണ്ട് വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. പിന്നെ നമ്മൾ മറ്റൊരു രീതിയിൽ പറഞ്ഞു, രേഖീയ ജോഡി അല്ലേ? രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക എത്രയാണ്? കോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രിയാണ്. രേഖീയ ജോഡി എന്നുള്ളത് ടി ഷേപ്പ് ഓർത്തിരിക്കുക, ടി ഷേപ്പ്. ഇത്ര ഓർത്തിരുന്നാൽ മതി, എല്ലാം നമുക്കത് കൺസെപ്റ്റ് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇനി നമുക്ക് അടുത്ത പടത്തിലേക്ക് പോകാം. അപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചുവടെയുള്ള ചിത്രത്തിൽ ആംഗിൾ എ സി ഇ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ സി ഇ ഏതാണെന്നറിയോ? എ സി ഇ. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഓൾറെഡി പറഞ്ഞു മൊത്തം തുക എത്രയാണ് വരുന്നത്? 180 ഡിഗ്രിയാണെന്ന് പറഞ്ഞു. ഇതുണ്ടോ, ഇതൊരു ടി ഷേപ്പ് അല്ലേ? ഇടയ്ക്കൂടെ ഒരു ലൈൻ ഇങ്ങനെ ടച്ച് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇത് ടി ഷേപ്പാണ്. അപ്പോൾ ഇതിൻ്റെ മൊത്തം അളവ് എത്രയാണ് വരുന്നത്? 180 ഡിഗ്രിയാണ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? 180 ഡിഗ്രിയിൽ നിന്നും എന്ത് കുറയ്ക്കണം? ഈ 50 ഡിഗ്രിയും 25 ഡിഗ്രിയും കൂടെ കൂട്ടിയത് കുറച്ചാൽ മതി. അപ്പോൾ ഇതിനെ നമ്മൾ ആംഗിൾ വെച്ച് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 180 മൈനസ് ആംഗിൾ ഇ സി ഡി പ്ലസ് ആംഗിൾ ഡി സി ബി ആണല്ലോ. അപ്പം 180 നിന്നും 50 25 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 75 ഡിഗ്രി എന്നാണ് വരുന്നത്. 180 നിന്നും 75 പോയാൽ എത്രയാണ് വരുന്നത്? 105 ഡിഗ്രിയാണ് വരുന്നത്. അതായത് ആംഗിൾ കോണ് എ സി ഇ എത്രയാണ്? 105 ഡിഗ്രിയാണ് കോൺ എ സി ഇ വരുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, ചിത്രത്തിലെ വരകൾക്കിടയിലുള്ള കോണിൻ്റെ അളവ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതായിരുന്നു പടം. അതായത് നമുക്കറിയാം രണ്ട് സെറ്റ് സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഇവിടെ വരുന്ന 40 ഞാൻ ഓൾറെഡി അളവുപ്പെടുത്തിയെന്നേ ഉള്ളൂ. ടെക്സ്റ്റിൽ ഈ അളവ് കൊടുത്തിട്ടില്ല, നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ഈ അളവെന്ന് പറയുന്നത് 45 ഡിഗ്രിയും ഇത് 60 ഡിഗ്രിയുമാണ്. ഇതിനിടയ്ക്കുള്ള ഈ ഒരു വരകൾക്കിടയിലെ കോണളവാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ്? മൊത്തം നമുക്കറിയാം രേഖീയ ജോഡിയാണ്. മൊത്തം 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി എന്ന് ചെയ്യുക. 180 ഡിഗ്രിയിൽ നിന്നും 45 60 കൂട്ടുമ്പം 105 ആണ് വരുന്നത്. അപ്പോൾ 180 മൈനസ് 105 ചെയ്താൽ 75 ഡിഗ്രി എന്നാണ് വരുന്നത്. ഇപ്പോൾ ചിത്രത്തിലെ വരകൾക്കിടയിലുള്ള കോണിൻ്റെ അളവ് എത്രയാണ്? 75 ഡിഗ്രി എന്നാണ് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചുവടെയുള്ള ചിത്രത്തിൽ ആംഗിൾ എ സി ഇയും ബി സി ഡിയും ഈക്വലാണ്. ഇവയുടെ അളവുകൾ എഴുതുക. അതായത് ആംഗിൾ കോണ് എ സി ഇയും അടുത്തത് ബി സി ഡിയും രണ്ട് തുല്യമാണ്. അപ്പോൾ ഇത് മാത്രം തന്നിട്ടുണ്ട് 30 ഡിഗ്രി. അതായത് മൊത്തത്തിൽ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? 180 ഡിഗ്രി വരുന്നത്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. 180 നിന്നും 30 കുറയ്ക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 150 ഡിഗ്രിയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇനി നോക്കണം, ഇവിടെയും ഇതും ഇത് രണ്ടും തുല്യമാണ്. നമ്മൾ അതായത് ഇതുകൂടെ കൂട്ടുമ്പോൾ ഉള്ള അളവ് 150 ഡിഗ്രി ആയിരിക്കും. അതായത് മൊത്തത്തിലുള്ള അളവ് 180ഉം അതിൽ നിന്നും ഇത്രയും കുറയ്ക്കുമ്പോൾ 30 ഡിഗ്രി കുറയ്ക്കുമ്പോൾ ബാക്കി കിട്ടും. ആ ബാക്കി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തുല്യമാണ്. ഈ ബാക്കിയുള്ള ഈ കോണുകൾ കൂട്ടുമ്പോൾ മൊത്തം 150 വരണം. അപ്പോൾ എന്ത് ചെയ്യാം? 150 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ എത്ര വരുന്നു? 75 ആണ് വരുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ അളവ് കിട്ടി. ആംഗിൾ എ സി എത്ര? 75 ഡിഗ്രിയാണ്. ആംഗിൾ ബി സി ഡിയും എത്രയാണ്? 75 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം, ഒരു രേഖീയ ജോഡിയിലെ ഒരു കോൺ മറ്റേ കോണിൻ്റെ 2 മടങ്ങാണ്. കോണുകളുടെ
അളവെന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, അത്ര പ്രയാസമൊന്നുമല്ല. ഇതാണ് രേഖീയ ജോഡി. ഒരു രേഖീയ ജോഡിയിലെ ഒരു കോൺ, ആദ്യത്തെ കോണിന് ഞാൻ A1 എന്ന് ചുമ്മാ A എന്നോ B എന്നോ C എന്നോ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ A1 എന്നും A2 എന്നും 2 പേര് കൊടുത്തു. അപ്പം ഒരു രേഖീയ ജോഡിയിലെ ഒരു കോണ് മറ്റേ കോണിൻ്റെ 2 മടങ്ങാണെന്ന് പറയുന്നു. അതായത് ഒരു കോണം, ആദ്യത്തെ കോണ് ആംഗിൾ A1 കോണ്, അപ്പോൾ ഒരു കോൺ സ്റ്റെപ്പ് എഴുതുവാണെങ്കിൽ എഴുതുക. ഒരു കോണ് അതിനെ ഞാൻ A1 എന്ന് കൊടുക്കുന്നു. മറ്റേ കോണിന് എന്ത് പേര് കൊടുക്കുന്നു? മറ്റേ കോണിന് A2 എന്ന് ഒരു പേര് കൊടുക്കുന്നു. അപ്പോൾ ഇതിലെ ഒരു കോണെന്ന് പറഞ്ഞാൽ എന്താ അവിടെ പറഞ്ഞത്? ഒരു ഏകീച്ചുള്ള ഒരു കോൺ മറ്റേ കോണിൻ്റെ 2 മടങ്ങാണ്. മറ്റേ കോണപ്പിൻ്റെ 2 മടങ്ങാണ്. കണ്ടോ? ഈ മറ്റേ കോണിന് 2 മടങ്ങാണ് ചെയ്തു. എത്രയാണ് ചോദ്യത്തിൽ നിന്ന് ഇതാവുന്നത്? നമുക്കറിയാം കോൺ A1ഉം കോൺ A2ഉം കൂടി, അതായത് A1ഉം A2യുടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിയാണ് വരുന്നത്? 180 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ നിന്ന് എഴുതിയിട്ടുണ്ട് A1 എന്ന് പറഞ്ഞാൽ 2A2 എന്നാണ്. അപ്പോൾ ഇവിടെ A1ൻ്റെ സ്ഥാനത്ത് ഇതിട്ട് കൊടുക്കുക. 2A2 പ്ലസ് A2 എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. 2A2 ഒരു A2യുടെ കൂട്ടി എത്രയാണ്? 3A2 എന്നാണ് വരുന്നത്. അപ്പോൾ 3A2 എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. A2 3A2 എന്ന് പറഞ്ഞാൽ 3 ഗുണം A2. അപ്പം എന്ത് ചെയ്യണം? ഇതിൻ്റെ സമ്മത്തിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷനാകും. 180 ഡിവൈഡഡ് ബൈ 3 എന്ന് കഴിയുമ്പോൾ എത്രയായിട്ട് കിട്ടുന്നത്? 60 ഡിഗ്രി എന്ന് കിട്ടുന്നു. അപ്പം നമുക്ക് ഒരു കോൺ, അതായത് A2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. A2 എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. ഇനി A1 കണ്ടുപിടിക്കണം. A1 എന്ന് പറഞ്ഞാൽ 2A2 എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതായത് 2 ഇൻറ്റു 60 എത്രയാണ് വരുന്നത്? 120 ഡിഗ്രി എന്നാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു രേഖീയ ജോഡിയിലെ കോണുകളുടെ അളവ്, അടുത്തടുത്ത ഒറ്റ സംഖ്യകളാണ് കോണുകളുടെ അളവ് എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രേഖീയ ജോഡി എടുക്കുമ്പോൾ ഇത് A1 ഇത് A2 എന്ന് ഞാൻ കൊടുക്കുന്നു. ഒരു കോണ് മുമ്പത്തെ പോലെ തന്നെ സ്റ്റെപ്പ് എഴുതാം. അതായത് ഒരു കോണിനെ എങ്ങനെ എഴുതാം? ഒരു കോണ് A1 എന്ന് എഴുതുന്നു. മറ്റേ കോണിനെ ഞാൻ എന്ത് എഴുതുന്നു? മറ്റേ കോണിനെ എങ്ങനെ എഴുതുന്നു? A2 എന്ന് എഴുതുന്നു. നമുക്കറിയാം A1ഉം A2യുടെ കൂട്ടുമ്പം 180 ഡിഗ്രിയാണെന്ന് അറിയാം. ഇനി ഒരു രേഖീയ ജോഡിയിലെ കോണുകൾ അടുത്തടുത്ത ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ ആദ്യത്തേത് ഇപ്പം ഞാനിപ്പോൾ A2 എന്ന് കൊടുക്കുവാണെങ്കിൽ അടുത്തത് എങ്ങനെയാണ്? A1 പ്ലസ് 2 ആണ്. അതായത് ഈ A1ൻ്റെ സ്ഥാനത്ത് സംഖ്യ ഇട്ടാലും രണ്ടും കൂടെ കൂട്ടുമ്പോൾ അതെന്താ ഒരൊറ്റ സംഖ്യയാവും. അപ്പോൾ അതൊന്നും ഓർത്തിരുന്നാൽ മതി. ഇവിടെ A2 എന്നുള്ളത് A1 പ്ലസ് 2 എന്ന് എഴുതുന്നുണ്ട്. ഈ A1 പ്ലസ് ഈ A2ൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുന്നു. A1 പ്ലസ് 2 ഈക്വൽ ടു 180 ഡിഗ്രി. A1ഉം A1 കൂട്ടിയ 2A1 ഉണ്ട് അല്ലേ? 2A1 പ്ലസ് ഇവിടെ ഒരു 2 ഉണ്ട് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. 2A1 സമം ഈ കൂട്ടുന്ന 2 സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ കുറയ്ക്കും. അപ്പോൾ 180 നിന്ന് 2 പോയാൽ എത്ര വരും? 178 വരുന്നു. ഇനിയും A1 കണ്ടുപിടിക്കണം. അതായത് 178 ഭാഗം എത്രയാണ് വരുന്നത്? ബൈ 2 വരുന്നു എന്ന് പറഞ്ഞാൽ 89 വരുന്നു അല്ലേ? A1 എന്ന് പറഞ്ഞാൽ 89 അപ്പോൾ A2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? A1 പ്ലസ് A1ൻ്റെ കൂടെ 2 കൂടെ കൂട്ടുക. അതായത് 89ൻ്റെ കൂടെ 2 കൂടെ കൂട്ടുമ്പം എത്ര വരുന്നു? 91 ഡിഗ്രി വരുന്നു. A1 89 ഡിഗ്രിയാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? എളുപ്പമല്ലയോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അവിടെ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. 2 വരകൾ മുറിച്ച് കിടക്കുമ്പോൾ എതിർകോണുകൾ തുല്യമാണ്. അതെന്താണെന്നുള്ള കൺസെപ്റ്റ് പറയാം. ഓക്കെ, ഇതാണ് 2 വരകൾ കിട്ടിയപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാന്ന് പറഞ്ഞു. ഇപ്പം ഇങ്ങനെയും കൂടെ മുറിച്ച് കടന്നു. ഈ വര മുറിച്ച് കടന്നു. അതായത് ഈ കോണും തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 75 ഡിഗ്രിയാണെന്ന് വെച്ചോ. അപ്പോൾ ഈ കോണും 75 ഡിഗ്രി ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഈ കോണും ഈ വരച്ചിരിക്കുന്ന കോണും ഈ 2 വരകളുടെ ഓപ്പോസിറ്റ് വരുന്ന ഈ കോണും തുല്യമായിരിക്കും. ഇതിപ്പോൾ ഒരു 30 ഡിഗ്രി ആണെങ്കിൽ ഇതും 30 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ 2 ഓപ്പോസിറ്റ്, അതായത് എതിർ കോണുകൾ തുല്യമായിരിക്കും എന്നാണ് അവിടെ ഒരു കൺസെപ്റ്റ് പറയുന്നത്. ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വരകളുടെ ചിത്രങ്ങളൊക്കെയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓരോ കോണുകളുടെയും അളവുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നോക്കിക്കേ, ഇതാണ് പടം.
ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലയോ. ഇവിടം പറഞ്ഞിരിക്കുന്നു 40 ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിങ്ങനെ കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണിത്? 90 ഡിഗ്രിയാണ്. ബാക്കി എല്ലാ കോണും കണ്ടുപിടിക്കണം. ഈ 90 ഡിഗ്രി ഉണ്ട്, ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഭാഗത്തിന് ഓപ്പോസിറ്റ് വരുന്ന ഇതാണ്. അപ്പോൾ ഇത് എത്ര വരും? 90 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം. ഈ ഒരു കോണിൻ്റെ ഓപ്പോസിറ്റ് വരുന്നുണ്ട് ഈ കോണല്ലേ, അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇതും 40 ഡിഗ്രിയാണ്. ഇനി ഇവിടെ കൂടെ കണ്ടുപിടിക്കും. നോക്കിക്കേ, ഇത് ഇത്രയും രേഖീയ ജോഡിയല്ലേ, അപ്പോൾ ഇത് എത്രയാണ് മൊത്തം വരുന്നത്? 180 ഡിഗ്രിയാണ്. അപ്പോൾ എങ്ങനെ ചെയ്യാം? 180 നിന്നും ഈ 90 പ്ലസ് 40 കൂടെ കൂട്ടുന്നത് കുറച്ചാൽ മതി. അതായത് 180 മൈനസ് 130 എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ കോൺ എത്രയായിരിക്കും? ഇത് 50 ഡിഗ്രി ആയിരിക്കും. ഇതും 50 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതൊന്ന് ചെയ്യുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 വരകൾ മുറിച്ച് കടക്കുമ്പോഴുണ്ടാകുന്ന 4 കോണുകളിൽ ഒരു കോൺ വേറൊരു കോണിൻ്റെ പകുതിയാണ്. അപ്പോൾ 2 വരകൾ മുറിച്ച് പകുതിയാണ് 4 കോണുകൾ. ഇപ്പോൾ 2 വരകൾ ഇങ്ങനെ മുറിച്ച് കടക്കുമ്പോൾ 4 കോണുകളിൽ ഒരു കോൺ വേറൊരു കോണിൻ്റെ പകുതിയാണ്. അപ്പം നമുക്ക് എഴുതാം ഒരു കോണെന്ന് പറഞ്ഞാൽ ഒരു കോണ് മറ്റൊരു കോണിൻ്റെ പകുതിയാണ്. അപ്പോൾ ഒരു കോണിനെ ഞാൻ എ എന്ന് കൊടുക്കുമ്പം മറ്റേ കോൺ എന്താ? ആ കോണിൻ്റെ പകുതിയാണ്. A/2 ആയിരിക്കും. നമുക്കറിയാം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം A പ്ലസ് A/2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഈ A കോമൺ എടുക്കുകയാണെങ്കിൽ ഈ ഇവിടുത്തെ A പോകുമ്പോൾ ഇവിടെ ഒരു 1 ഉണ്ട്, പ്ലസ് ഇവിടെയോ ആ എയും വെളിയിൽ പോയപ്പോൾ ഇവിടെ എത്രയാണ്? 1/2 ഉണ്ട്. ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. ഇത് എന്തായാലും നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് ഇത് കൂട്ടുക എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? A ഇൻറ്റു 3/2 എത്രയാണ്? 180 ഡിഗ്രി ആയിരിക്കും. ഇനി A കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 180ൻ്റെ ഇപ്പുറത്തോട്ട് ഈ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ നേരെ തിരിച്ചെഴുതിയാൽ മതി. അതായത് 2/3 ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എത്രയാണ്? 120 ഡിഗ്രിയാണ് വരുന്നത്. നമുക്കറിയാം ഒരു കോണ് A എന്ന് പറയുന്നത് 120 ആണെങ്കിൽ അതിൻ്റെ പകുതിയായിരിക്കും അടുത്ത കോൺ. അതായത് 120ൻ്റെ പകുതിയായിരിക്കും അടുത്ത കോൺ. പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 60 ഡിഗ്രി എന്നായിരിക്കും വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഒരു കണക്ക്. ഇനി അടുത്തൊരു കണക്ക് കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ആ ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തു. പിന്നെ വളരെ സിമ്പിളാണ് അല്ലേ? കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ കുറച്ച് പ്രശ്നമായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്ന പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യം കൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും നമ്മൾ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2 വരകൾ മുറിച്ച് കടക്കുമ്പോഴുണ്ടാകുന്ന 4 കോണുകളിൽ 2 കോണുകളുടെ തുക 100 ഇപ്പം 2 വരകളാണെന്ന് വെച്ചു. ഇത് ഉണ്ടാവും 2 കോണുകളുടെ. ഇപ്പം നോക്കിക്കേ, ഈ അടുത്തടുത്ത കോണുകൾ ഇപ്പം 100 ഡിഗ്രിയാന്ന് വെച്ചെങ്കിൽ അടുത്ത കോണിൽ 100 വരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മൊത്തം എത്രയാവും? 200 ഡിഗ്രിയായി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 വരകൾ മുറിച്ച് കടക്കുമ്പോഴുണ്ടാകുന്ന 4 കോണുകളിൽ 2 കോണുകളുടെ തുക 100 ഡിഗ്രിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കോൺ എത്രയായിരിക്കും? 100/2 എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ കോൺ നമ്മളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇത് 50 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായി ഈ കോണും അപ്പം 50 ഡിഗ്രി ആയിരിക്കും. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാം? മൊത്തം തുക 180 ആണെന്നറിയാം. അപ്പോൾ 180ൽ നിന്ന് 50 കുറയ്ക്കുമ്പോൾ എത്ര വരുന്നു? 130 ഡിഗ്രി വരുന്നു. അപ്പോൾ ഇത് 130 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റായതും 130 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ എല്ലാ കണക്കുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്